പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നാം ഈ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടുവരുന്നു. കഴിഞ്ഞ 14 എപ്പിസോഡുകളിലായിട്ട് പഴയ നിയമം മുതൽ പുതിയ നിയമത്തിലെ യേശു അർപ്പിച്ചതായ കാൽവരി ബലിയും അതിന് തലേ രാത്രിയിൽ നടത്തിയതായ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമർപ്പിച്ചുകൊണ്ടുള്ള ആ വിശുദ്ധ ബലിയുടെ സ്ഥാപനത്തെയും അത് രണ്ടും ഒന്നാണെന്നും അവയിലേക്ക് നയിച്ചു കൊണ്ടുവന്നത്, ഒരു കാര്യം നമ്മൾ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അന്ത്യത്താഴ് സമയത്തല്ല ഈ കുർബാന സ്ഥാപനം തന്നെ നടത്തിയിരിക്കുന്നത്. ഇത് ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പദ്ധതിയാണിതെല്ലാം. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം മനുഷ്യരെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ക്രിസ്തുനാഥന്റെ ആ ബലിയെക്കുറിച്ചും അതുപോലെ വിശുദ്ധ കുർബാനയെക്കുറിച്ചുമുള്ള ഒരു സങ്കല്പം നമുക്ക് പഴയ നിയമത്തിൽ തൊട്ട് വായിച്ചെടുക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് പഴയ നിയമ ബലികളെ ക്രിസ്തുവിൻ്റെ ബലിയുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു വന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ പഴയ നിയമ ബലിയും പുതിയ നിയമ ബലിയും ഒരു ബലിയാണെന്നുള്ളതും, അതുപോലെ ഈ ലിറ്റർജി ആരാധനാക്രമം എങ്ങനെയാണ് ഉണ്ടായത്, അതിൻ്റെ ഉൽപ്പത്തി നമുക്കറിയാം. യെരുസലേം ദേവാലയത്തിൽ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടുത്തെയുള്ള ആരാധന രീതികൾ, അവിടെ ഉള്ള ആരാധന ക്രമങ്ങൾ, ദാവൂദിനാൽ രചിക്കപ്പെട്ട സങ്കീർത്തനങ്ങൾ, ഇവയെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ അവിടെ അർപ്പിച്ചിട്ടുള്ള ബലികൾ. അപ്പോൾ യെരുസലേമിൽ തുടങ്ങുകയാണ്. പുതിയ നിയമത്തിലെയും വിശുദ്ധ കുർബാനയുടെ ആ പ്രാർത്ഥനയെ നമ്മൾ കണ്ടു കഴിഞ്ഞ ക്ലാസ്സിൽ. യെരുസലേമിലാണ് കർത്താവിൻ്റെ സഹോദരനായ യാക്കോബ് അത് തുടങ്ങി വെച്ചതായ ഒരു ബലിയെ, അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ എന്നൊരു ചെറിയ പിഴവുണ്ടായി. ആദ്യമായിട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ചത് പെന്തിക്കോസ്തിന് ശേഷം വ്യാഴാഴ്ച എന്ന് ഞാൻ തെറ്റായിട്ട് പറഞ്ഞു. സത്യത്തിൽ അത് വ്യാഴാഴ്ചയല്ല, ബുധനാഴ്ചയാണ്. ഇത് പഠിപ്പിച്ചത് മാർ ദിവന്യോസിയുസ് ബർസ്ലീബി എന്ന ഒരു വിശുദ്ധനാണ്. മാർ ദിവന്യോസിയുസ് ബർസ്ലീബി വിശുദ്ധ കുർബാനയുടെ വ്യാഖ്യാനത്തെ പുള്ളി എഴുതിയിരിക്കുന്ന രീതി, പെന്തിക്കോസ്ത് ദിവസം ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടു എന്നും അതിനടുത്ത ദിവസം പരിശുദ്ധാത്മാവിൽ പ്രേരിതരായിട്ട് അവർ മൂറോൻ കൂദാശ ചെയ്തതായിട്ടും, ചൊവ്വാഴ്ച ദിവസം വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ വേണ്ടിയുള്ള ബലിപീഠം നിർമ്മിച്ച് മൂറോൻ അഭിഷേകം ചെയ്യുന്നു. പിന്നെ ശിഷ്യന്മാരെല്ലാവരും കൂടെ കൂടിയിരുന്നു കൊണ്ട് യാക്കോബിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന എങ്ങനെ നടത്തണമെന്നുള്ളതിൻ്റെ ആ രീതി തിട്ടപ്പെടുത്തിയിരുന്നു. പിന്നെ ബുധനാഴ്ച ദിവസം ആദ്യമായിട്ട് യാക്കോബ് സ്ലീവായുടെ നേതൃത്വത്തിൽ കർത്താവിൻ്റെ സഹോദരനായ ജെയിംസ് ദ ജസ്റ്റ്, യാക്കോബ് സ്ലീഹ യുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന ആദ്യമായിട്ട് അർപ്പിച്ചു. അതിനാലാണ് പൗരസ്ത്യ സഭകൾ പെന്തിക്കോസ്തിന് ശേഷം വരുന്ന ബുധനാഴ്ച ദിവസത്തെ ആദ്യമായിട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച യാക്കോബ് സ്ലീഹായെ ഓർമ്മിച്ചുകൊണ്ട് അന്നത്തെ ദിവസം ആ വിശുദ്ധ കുർബാന അർപ്പിക്കാറുണ്ട്. വ്യാഴാഴ്ച ദിവസം ശിഷ്യന്മാരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് 72 കാനോനിക നിയമങ്ങൾ ഉണ്ടാക്കിയതായിട്ടും, വെള്ളിയാഴ്ച ദിവസം നമുക്കറിയാം ദേവാലയത്തിൽ പോകുന്നു, സ്വർണ്ണവെള്ളി എന്ന് തന്നെയാണ് അതിനെ അറിയപ്പെടുന്നത്. പത്രോസും യോഹന്നാനും ആ മുടന്തനോട് പറഞ്ഞത് സ്വർണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, ആ മുടന്തൻ്റെ സൗഖ്യത്തെ ഓർക്കുന്ന സ്വർണ്ണ വെള്ളിയാഴ്ച. പിന്നീട് ശനിയാഴ്ച ദിവസം സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി ഏത് ശിഷ്യൻ ഏത് നാട്ടിലേക്ക് ഏത് രാജ്യത്തേക്ക് പോകണമെന്നുള്ളതിന്
ചിട്ടിയിട്ട് അവർ തിരഞ്ഞെടുക്കുന്ന ആ സംഭവം നടന്നതായിട്ട് ആ ആദ്യ ആഴ്ച പെന്തിക്കോസ്തിന് ശേഷം. അപ്പോൾ ബുധനാഴ്ച ദിവസമാണ് ആദ്യമായിട്ട് വിശുദ്ധ ബലി അർപ്പിച്ചതായിട്ട് നമ്മൾ കാണുന്നത്. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് നമ്മൾ പഠിച്ചു പെൻഡാർക്കിനെ കുറിച്ച്. ക്രിസ്തീയ സഭ പെട്ടെന്ന് വളരുവാൻ തുടങ്ങി. അപ്പോൾ ആദ്യം 3 കേന്ദ്രങ്ങൾ, അതിനുശേഷം വീണ്ടും 2 കേന്ദ്രങ്ങളിലൂടെ കൂട്ടിച്ചേർത്ത് അങ്ങനെ 5 ക്രിസ്ത്യൻ സെന്റേഴ്സ് പെൻഡാർക്ക് എന്ന് പറയുന്നു. അതിൽ നിന്നും 6 ലിറ്റർജിക്കൽ ഫാമിലീസ് ഡെവലപ്പായി വരുന്നു. 6 ലിറ്റർജിക്കൽ ഫാമിലീസ്. നമ്മൾ റീത്ത് എന്ന് സാധാരണ പറയാറുണ്ട്. അത് ഒന്ന് പശ്ചിമ സഭയുടെ, അതായത് ലാത്തീനി സഭയുടെ റീത്ത്. ഏകദേശം 98% കത്തോലിക്കരും ഈ പാശ്ചാത്യ റീത്തിൽ, ലത്തീൻ റീത്തിലുള്ളവരാണ്. പിന്നെ പൗരസ്ത്യ റീത്തുകളാണ്. അതില് അന്ത്യോക്യൻ റീത്ത്, അലക്സാണ്ട്രിയൻ റീത്ത്, കൽദായ റീത്ത്, അർമേനിയൻ റീത്ത്, ബൈസന്റൈൻ റീത്ത്, ഇങ്ങനെ 5 റീത്തുകൾ പ്ലസ് പാശ്ചാത്യ റീത്തായ റോമൻ റീത്ത്, ഇങ്ങനെ 6 റീത്തുകളെ നമ്മൾ കാണുകയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് പറഞ്ഞു, ചിലയിടത്തൊക്കെ ഈ അന്ത്യോക്യൻ റീത്തിലുള്ള മറോണീത്ത റീത്തിനെ ഒന്ന് വേർതിരിച്ച് അവരുടെ ഒരു സെപ്പറേറ്റ് ലിറ്ററജി ആയിട്ട് കാണിച്ചു പറയാറുണ്ട്. എന്നാൽ സാധാരണ നമ്മൾ കാണുന്നത് 6 ഫാമിലീസ്, 6 കുടുംബങ്ങൾ ലിറ്ററജിക്കൽ ഫാമിലീസ് എന്നാണ് വിളിക്കുന്നത്. ഇവയിലാണ് ഈ 6 ഒരെണ്ണം പാശ്ചാത്യ റീത്തും 5 പൗരസ്ത്യ റീത്തും. ഈ 5 പൗരസ്ത്യ റീത്തിൽ 23 സഭകൾ, അതായത് അന്ത്യോക്യൻ റീത്തിൽ മറോണൈത്തോട് കൂട്ടിച്ചേർത്തുകൊണ്ട് 3 എണ്ണമുണ്ട്. അലക്സാണ്ട്രിയൻ റീത്തിലും ഇതുപോലെ 3 എണ്ണമുണ്ട്. കൽദായ റീത്തിനകത്ത് 2, നമ്മുടെ സീറോ മലബാർ സഭ, കൽദായ സുറിയാനി സഭ ഇത്. അത് കഴിഞ്ഞിട്ട് അർമേനിയൻ റീത്തുണ്ട്, അതൊരെണ്ണേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലുത് ബൈസന്റൈൻ റീത്താണ്. ബൈസന്റൈൻ റീത്തിനകത്ത് 14 സഭകളാണ്. ഇങ്ങനെ മൊത്തത്തില് 23 പൗരസ്ത്യ സഭകളും 1 പാശ്ചാത്യ സഭയും ചേർന്ന് കത്തോലിക്ക സഭയിൽ 24 സഭകൾ ഉണ്ടായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി ഇതിന്റെ ലിറ്ററജിയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിനകത്ത് അന്ത്യോക്യൻ ലിറ്ററജിയുടെ എന്താണ് വിശേഷതയാണ്. അന്ത്യോക്യൻ ലിറ്ററജിയാണ് ഏറ്റവും ആദ്യം തുടങ്ങിയത്. അതിൻ്റെ വേര് യെറുസലേമിലും, അതിനെ പിന്നെ വളർത്തിയത് അന്ത്യോക്യ, എഡേസ എന്നീ സ്ഥലങ്ങളിലൂടെ. അതുകൊണ്ടാണ് സിറിയക്ക് ഭാഷ, സുറിയാനി ഭാഷ, വെസ്റ്റ് സിറിയനും ഈസ്റ്റ് സിറിയനും, വെസ്റ്റ് സിറിയൻ ആൻഡ് ഈസ്റ്റ് സിറിയൻ. വെസ്റ്റ് സിറിയനകത്ത് നമ്മുടെ മലങ്കര സഭകൾ എല്ലാം കൂടെ ഉൾപ്പെടുന്നുണ്ട്. ഈസ്റ്റ് സിറിയനകത്ത് കൽദായ സഭയിലെ, അതായത് സീറോ മലബാർ സഭ, അത് സുറിയാനി സഭയാണ്, പക്ഷേ ഈസ്റ്റ് സിറിയൻ സഭയാണ്. ഈ വ്യത്യാസങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, നമുക്ക് ഈ അന്ത്യോക്യൻ റീത്തിൽ പ്രകാരമുള്ള സീറോ മലങ്കര സഭകളുടെ വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ഒരു പഠനം, അത് ഒരു പ്രത്യേക പഠനമായിരിക്കും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള എല്ലാം ഏകദേശം ഒരുപോലെ തന്നെ അതിൻ്റെ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളൊന്നാണ്. പക്ഷേ ഈ സഭയുടെ ആ ലിറ്ററജിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എല്ലാ കുർബാനയും ദൈവാരാധനയാണ്. എല്ലാ കുർബാനയിലും സ്തുതിയും സ്തോത്രവും ആരാധനയും കരേറ്റുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ എല്ലാ കുർബാനകളിലും മനുഷ്യരെ അനുതാപത്തിലേക്ക്, പാപ ബോധത്തിലേക്ക് കൊണ്ടുപോവുകയും പശ്ചാത്തപിക്കുവാനുള്ള അവസരം കൊടുക്കുകയും ചെയ്യും.
എല്ലാ കുർബാനകളിലും നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതുപോലെ എല്ലാ കുർബാനയിലും തന്നെ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുന്ന, തൻ്റെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ എല്ലാ കുർബാനകളിലും ഇതുണ്ട്. നമ്മൾ മലങ്കര കുർബാനയെ പ്രത്യേകമായിട്ട് എടുക്കാൻ കാരണം അത് അന്ത്യോക്യൻ രീതിയിലുള്ളത് കണ്ടും അതിനകത്തൊരു പ്രത്യേകത നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. അതുകൊണ്ടുമാണ് ഇന്ന് ആ അന്ത്യോക്യൻ രീതിയിലുള്ള മലങ്കര കുർബാനകളുടെ ചില പ്രത്യേകതകളെ കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മലങ്കര കുർബാനയെ നമ്മൾ നോക്കുകയാണെങ്കിൽ സഭാപിതാക്കന്മാർ 3 കാര്യങ്ങൾ ഈ വിശുദ്ധ കുർബാനയുടെ ഉള്ളടക്കമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. 3 കാര്യങ്ങൾ മലങ്കര കുർബാനയുടെ ഉള്ളടക്കമായിട്ട് 3 കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, നമുക്കറിയാം, ഒരു ധൂർത്തപുത്രന്റെ കഥ ലൂക്കസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ ഒരപ്പന്റെ 2 മക്കളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിൽ ഇളയ മകൻ ധൂർത്തപുത്രൻ, അവൻ പിതാവിൽ നിന്ന് പോകുന്നതായിട്ടും അവന്റെ എങ്ങനെല്ലാം നാശമുണ്ടാകുന്നതായിട്ടും പിന്നീട് നമ്മൾ 17 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കാൻ സാധിക്കുന്നത് അവനൊരു തിരിച്ചുവരവ്, ഒരു മനംമാറ്റം, അവനൊരു സുബോധം വരുന്നു. അപ്പോൾ അവൻ ഓർക്കുകയാണ്, എനിക്ക് എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകണം. അവൻ പശ്ചാത്താപത്തോടുകൂടെ തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് പിതാവിൻ്റെ അടുത്തിലേക്ക് വരുന്നതായിട്ടും പിതാവ് ദൂരെ നിന്ന് കണ്ടുകൊണ്ട് ഓടി അവൻ്റെ പക്കൽ എത്തി അവനെ കെട്ടിപ്പിടിക്കുന്നതായിട്ടും അവൻ്റെ മുഷിഞ്ഞ വസ്ത്രത്തെ ഉരിഞ്ഞു മാറ്റി പുതിയ വസ്ത്രം ധരിപ്പിക്കുന്നതായിട്ടും അവൻ്റെ കാലുകളിൽ ചെരുപ്പിടിക്കുന്നതായിട്ടും അവൻ്റെ വിരലുകളിൽ മോതിരം പിടിക്കുന്നതായിട്ടും എല്ലാം നമ്മൾ കാണുകയാണ്. ഇത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ആഘോഷം നടക്കുന്നു. ഈ വിശുദ്ധ കുർബാന ഇതുപോലെ ധൂർത്തപുത്രന്റെ തിരിച്ചുവരവ് പോലെയാണെന്ന് പഠിപ്പിക്കുന്നു സഭാപിതാക്കന്മാർ വളരെ മനോഹരമായിട്ട്. നാം നമ്മുടെ ഭവനങ്ങളിൽ നിന്നും ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഒരു പാപിയായ മനുഷ്യൻ, ഒരു ധൂർത്തപുത്രൻ തിരിച്ചു ചെല്ലുന്ന ആ മനോഭാവത്തോടുകൂടി ചെല്ലുന്നു. ആ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പശ്ചാത്തപിക്കുകയും പാപങ്ങൾ ഏറ്റുപറയുകയും അവയെ വിട്ടുപേക്ഷിക്കുകയും അങ്ങനെ ഒരു പുതുവസ്ത്രം ലഭിക്കുകയും അവിടെ ഉള്ള മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്ത് ഒരു ദൈവപുത്രനായിട്ട്, ആ പിതാവിൻ്റെ പുത്രനായിട്ട്, ആ ഭവനത്തിൽ വസിക്കുന്നവനായിട്ട് നമ്മൾ ആയിത്തീരുകയുമാണ്. അങ്ങനെ വിശുദ്ധ കുർബാനയെ, ധൂർത്തപുത്രന്റെ ഈ സംഭവത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന അതുപോലെ ഉള്ള ഒരു തിരിച്ചുവരവാണ്, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളൊരു വലിയ മാറ്റമാണ് ഉണ്ടാക്കുന്നതെന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നു. അടുത്തതായിട്ട് യെശയ്യായുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ യെശയ്യ ഒരു ദൈവത്തിന്റെ ദർശനം കാണുകയാണ്, ദൈവദർശനം കാണുക. ദൈവത്തെ, സിംഹാസനസ്ഥനായിരിക്കുന്ന ദൈവം, അവിടെ ശ്രോപ്പന്മാർ, മാലാഖമാർ നിരന്തരം ദൈവത്തെ ഹല്ലേലൂയ പാടി, ഹോസന്ന പാടി സ്തുതിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. ഇതുപോലെ സിംഹാസനസ്ഥനായ ദൈവത്തെ പ്രാർത്ഥന, ആരാധന, നന്ദി, സ്തുതിപ്പ് വഴി ആരാധിക്കുന്ന ഒരു ആരാധന സമൂഹമാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ കാണുന്നത്. ആദ്യത്തെ തുടക്ക ഗീതം തന്നെ സ്വർഗാധിപതേ ദേവ എന്നുള്ള ആ പാട്ട് പാടി നമ്മുടെ പാപങ്ങളും എല്ലാം മായ്ച്ചു കളയണമേ, ആ ദൈവദർശനത്തിനു വേണ്ടി കാത്ത് ദാഹിച്ച് പാടുന്ന ഒരു പാട്ട്. അത് കഴിഞ്ഞിട്ട് വിശുദ്ധ കുർബാന കൊടുക്കുന്നതായ സമയത്ത് മലങ്കര പള്ളിയിൽ പറയാറുള്ള നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ശരീരരക്തങ്ങളാകുന്ന തീക്കട്ടായി എന്ന് പറഞ്ഞുകൊണ്ട് യെശയ്യായുടെ പുസ്തകത്തിൽ യെശയ്യായ്ക്ക് ഇതുപോലെ ഞാൻ പാപിയാണ്, പാപികളായ മനുഷ്യരുടെ മധ്യ വസിക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെത്താനെ നിലവിളിക്കുമ്പോൾ ഒരു മാലാഖ ബലിപീഠത്തിൽ നിന്നും
ഒരു തീക്കട്ടയെടുത്ത് അവന്റെ നാവിനെ സ്പർശിച്ചുകൊണ്ട് നീ ശുദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ വൈദികൻ വിശുദ്ധ കുർബാന ഒരു വിശ്വാസിയുടെ നാവിൽ കൊടുത്തുകൊണ്ട് അതേ വചനമാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് ആശ്വസിപ്പിച്ചു വിടുവാണ്, ഞാൻ നിങ്ങളെ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടുകൂടി പോകുവേൻ. ഓരോ കുർബാനയും കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നവർ ദൈവത്തിൻ്റെ സന്ദേശവാഹകരായിട്ട് വിശുദ്ധീകരിക്കപ്പെട്ടു പോകുന്ന ഒരു അനുഭവം സഭാപിതാക്കന്മാർ വിശുദ്ധ കുർബാനയെ ഇങ്ങനെയാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. ഇനി മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ജീവിതം മുഴുവനും ഒരു പിക്ചറിൽ എന്ന പോലെ, ഒരു ക്യാൻവാസിൽ പകർത്തുന്നത് എന്ന പോലെ ഈ വിശുദ്ധ കുർബാനയിൽ പഴയ നിയമകാലം മുഴുവൻ, പഴയ നിയമത്തിൽ പുതിയ നിയമം മറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ക്രിസ്തു ചരിതം, പഴയ നിയമത്തിൽ എഴുതപ്പെട്ട വെളിപ്പെട്ട ആ ക്രിസ്തു അവിടെ മുതൽ രണ്ടാം വരവ് വരെയുള്ള എല്ലാ കാര്യങ്ങളും പടിപടിയായിട്ട് നമുക്ക് ഈ കുർബാനയിൽ കാണുവാൻ സാധിക്കും. നാളെ മുതലുള്ള ക്ലാസ്സുകളിൽ, അടുത്ത ക്ലാസ്സുകളിൽ ഞാൻ ഓരോ സ്റ്റെപ്പിനെയും പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ മലങ്കര കുർബാനകളിൽ നമുക്കറിയാം, ദേവാലയത്തിൽ തിരശ്ശീല ഇടുന്നുണ്ട്. അത് മലങ്കര കത്തോലിക്ക പള്ളിയായാലും ഓർത്തഡോക്സ് ആയാലും യാക്കോബായ പള്ളിയായാലും എല്ലാ പള്ളികളിലും ഒരു തിരശ്ശീല നമുക്ക് കാണുവാൻ സാധിക്കും. 3 പ്രാവശ്യം വിശുദ്ധ കുർബാനയുടെ സമയത്ത് തിരശ്ശീല കൊണ്ട് മറയ്ക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ സഭാപിതാക്കന്മാർ വിശുദ്ധ കുർബാനയെ, മലങ്കര കുർബാനയെ 4 ഭാഗങ്ങളായിട്ടാണ് വേർതിരിച്ച് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് 3 പ്രാവശ്യം മറയിടുകയും അതിലൂടെ നമുക്ക് 4 ഭാഗങ്ങളെ, ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ 4 ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതുമാത്രമല്ല, 4ആയിട്ട് സഭാപിതാക്കന്മാർ വിശുദ്ധ കുർബാനയെ വേർതിരിച്ച് പറയുവാൻ, പഠിപ്പിക്കുവാൻ ഉള്ള വലിയൊരു കാരണമെന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അന്ത്യത്താഴത്തിൽ സ്ഥാപിക്കുന്നതിനല്ല, അതിനു മുമ്പുള്ള അപ്പങ്ങളുടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോഴും ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് 4 കാര്യങ്ങൾ ചെയ്തതായിട്ടാണ് പറയുന്നത്. 4 കാര്യങ്ങൾ. കർത്താവ് അപ്പം എടുക്കുന്നു, ആശീർവദിക്കുന്നു, അല്ലെങ്കിൽ കൃതജ്ഞതാ സ്തോത്രം അർപ്പിക്കുന്നു. 3-മത് അതിനെ മുറിക്കുന്നു, 4-മത് അതിനെ കൊടുക്കുന്നു. 4 കർമ്മങ്ങളാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയെ 4 ഭാഗങ്ങളായിട്ട് തിരിച്ച് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നു. ഇനിയും 4 സുവിശേഷമാണുള്ളത്. 4 സുവിശേഷമാണുള്ളത്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഈ 4 സുവിശേഷകന്മാരെയും ഓർക്കുന്നുണ്ട്. അവരുടെ സുവിശേഷത്തിലൂടെ നമുക്ക് പകർന്നു തരുന്നതായ മുഖ്യ സന്ദേശം, മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകലുന്നു. ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നതായ കുറെ കൃപകളെ അവൻ നഷ്ടപ്പെടുത്തി. ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് വഴി മനുഷ്യൻ പാപം മൂലം നഷ്ടപ്പെടുത്തിയതായ കൃപകളെ വീണ്ടുകെടുക്കുന്നതായിട്ട് ഈ വിശുദ്ധ കുർബാനയിൽ സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നു. അതായത് പാപം ചെയ്ത് അനുസരണക്കേട് കാണിച്ച് ദൈവം മനുഷ്യന് നൽകിയതായ ആ രാജ്യത്വത്തെ അവൻ നശിപ്പിക്കുകയാണ്, അവൻ ഇല്ലാതാക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു തമ്പുരാനെ, ക്രിസ്തുവിനെ ഒരു രാജാവായിട്ട് മത്തായി വർണ്ണിക്കുകയാണ്. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ ആദ്യ ഭാഗമായ ഒരുക്ക ശുശ്രൂഷയിൽ നമുക്ക് കാണുവാൻ സാധിക്കും, മനുഷ്യൻ അനുസരണക്കേട് വഴി നഷ്ടപ്പെടുത്തിയ ആ രാജ്യത്വത്തെ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, ആ വീണ്ടെടുപ്പ്, ആ പാപപരിഹാരത്തിന് വേണ്ടിയുള്ള ആ രാജ്യത്വത്തെ തിരിച്ചെടുക്കാനുള്ള ആ പ്രാർത്ഥനകൾ, ഒരുക്ക ശുശ്രൂഷകൾ തുയോബോയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത് മത്തായിയുടെ സുവിശേഷത്തിന്റെ പ്രധാന സന്ദേശമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും.
രണ്ടാമത് മനുഷ്യൻ അവിശ്വാസം ചെയ്തുകൊണ്ട്, ദൈവത്തിൽ വിശ്വസിക്കാതിരുന്നുകൊണ്ട് അവനൊരു പ്രവാചകനായിട്ട് ദൈവം ഉയർത്തിയിരുന്നു. ആ പ്രവാചകത്വത്തെ അവൻ ഇല്ലാതാക്കി. നമുക്ക് കാണുവാൻ സാധിക്കും, മർക്കോസിന്റെ സുവിശേഷത്തിൽ ക്രിസ്തുവിനെ ഒരു മഹാപ്രവാചകനായിട്ട് കാണിക്കുന്നു. വചന ശുശ്രൂഷയിലൂടെ ആ പ്രവാചകത്വത്തെ മനുഷ്യന് തിരികെ തരുന്നതായിട്ട് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഭാഗം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്ന് അവൻ മാമോദീസ വഴി അവന് ദൈവത്തിന്റെ പുരോഹിതനായി തീർന്നിരുന്നു. ആ പൗരോഹിത്യത്തെ അവൻ നശിപ്പിച്ചു കളഞ്ഞു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ക്രിസ്തുവിനെ മഹാപുരോഹിതനായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. ബലിയർപ്പണ ശുശ്രൂഷയിലൂടെ, അനുരഞ്ജന പ്രാർത്ഥനയിലൂടെ, മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ബലിയർപ്പണ ശുശ്രൂഷയിലൂടെ ആ പൗരോഹിത്യത്തെ നമുക്ക് തിരിച്ചു തരുന്നതായിട്ട്. അതുപോലെ പാപം, നമ്മളെല്ലാം ദൈവ മക്കളായിരുന്നു. ആ മക്കളുടെ സ്ഥാനത്തു നിന്ന്, ആ പുത്രത്വ സ്ഥാനത്തു നിന്ന് നമ്മൾ ദൂരെ മാറ്റപ്പെട്ടു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ യേശുക്രിസ്തുവിലൂടെ ആ ദൈവപുത്രനെയാണ് കാട്ടിത്തരുന്നത്. വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ ആ പുത്രത്വ സ്ഥാനം, ആ പുനരൈക്യം അവിടെ നമുക്ക് കിട്ടുകയാണ്. ഇങ്ങനെ വിശുദ്ധ കുർബാനയുടെ 4 ഭാഗങ്ങൾ, ഒരുക്ക ശുശ്രൂഷയായാലും വചന ശുശ്രൂഷയായാലും ബലിയർപ്പണ സമയമായാലും അതുപോലെ ബലിവിരുന്ന് ഭക്ഷിക്കുന്ന ആ സമയമായാലും, ഈ 4 ഭാഗങ്ങളിൽ ഒരു മനുഷ്യൻ പാപത്തിലൂടെ നഷ്ടപ്പെടുത്തിയ, അനുസരണക്കേടിലൂടെ നഷ്ടപ്പെടുത്തിയ ആ രാജ്യത്വത്തെ, പ്രവാചകത്വത്തെ, പൗരോഹിത്യത്തെ, ആ പുത്രത്വത്തെ തിരിച്ചു തരുന്നതായിട്ട് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാന്റെ ആ കാഴ്ചപ്പാടിലൂടെ വിശുദ്ധ കുർബാനയെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇതൊരു വളരെ നല്ല ഒരു പഠിത്തം ആണ്. ഇങ്ങനെ പല രീതിയിൽ സഭാപിതാക്കന്മാർ വിശുദ്ധ കുർബാനയെ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. നീ അടുത്ത ക്ലാസ് മുതൽ നീ കുർബാന പുസ്തകം വെച്ചുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് 4 പ്രാവശ്യം 4 ആയിട്ട് തിരിക്കുന്നത്. ഞാൻ ഇത് വെച്ചുകൊണ്ടല്ല, ആ മറയിടുന്നത് വെച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ജീവചരിത്രത്തെ ജന്മത്തിന് മുമ്പ് മുതൽ, പഴയ നിയമകാലം മുതൽ 2ാം വരവ് കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന, സന്നിഹിതനായിരിക്കുന്ന ക്രിസ്തുവിനെ ഓരോ ദിവസവും, എല്ലാ ദിവസവും സ്വീകരിക്കുവാനും, വിശുദ്ധ കുർബാന ഏറ്റവും വലിയ ദൈവാരാധനയാണ്. ആ ദൈവാരാധനയിൽ പങ്കുചേർന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കാനും കൃതജ്ഞത അർപ്പിക്കുവാനും, അങ്ങനെ നാം പാപത്തിലൂടെ നഷ്ടപ്പെടുത്തിയതായ ആ രാജ്യത്വവും പ്രവാചകത്വവും പൗരോഹിത്യവും പുത്രത്വവും നമുക്ക് തിരിച്ച് പ്രാപിക്കുവാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.